ഫ്രണ്ട്സ്, എല്ലാവർക്കും സാസ് ലൈഫിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് പുഡിംഗ് ആണ്. കസ്റ്റർഡും മാംഗോയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് പുഡിങ്ങെന്നോ കേക്കെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ ടേസ്റ്റ് ഗംഭീര ടേസ്റ്റാണ്. ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിളാണ്. ഇതിനായിട്ട് ഞാൻ മാങ്ങയുടെ ക്രഷ് യൂസ് ചെയ്യുന്നുണ്ട്, മാങ്ങയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രഷിനായിട്ട് ആദ്യം കുറച്ച് മാങ്ങ മിക്സിയിലിട്ട് അടിച്ച് നന്നായിട്ട് വെള്ളം ചേർക്കാതെ അടിച്ച പ്യൂരിയിലേക്ക് പ്യൂരി ഒന്ന് അരിച്ചെടുക്കണം. അതിൽ നാരൊക്കെ വേണമെങ്കിൽ പോവാൻ. എന്നിട്ട് അതിലേക്ക് 5 ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് കുറുക്കിയെടുക്കണം. വെച്ചാൽ നല്ല ട്രാൻസ്ലൂസൻ്റ് ആവണം ഈ സംഭവം. അപ്പോൾ നല്ല കട്ടിയാവണ്ട, അങ്ങനെയാണെങ്കിൽ ജാമാവും. അപ്പോൾ കുറച്ച് ലൂസിൽ വേണം എടുക്കാൻ. എന്നിട്ട് ഇതിൽ വെള്ളത്തിൻ്റെ ഒരു അംശം വേണ്ട, ഈ കൺസിസ്റ്റൻസി മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കേട്ടോ, പുറത്ത് വെച്ച് തണുപ്പിച്ചാൽ മതി. ഇനി കസ്റ്റേർഡ് മിക്സ് ചെയ്യാം. അതിനായിട്ട് 1/2 കപ്പ് പാല്, തിളപ്പിച്ച് ആറിയ പാലാണ്. അതിലേക്ക് 5 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇടണം. ഇത് വാനില ഫ്ലേവേർഡ് കസ്റ്റർഡ് പൗഡറാണ്, അതുകൊണ്ട് വാനില വേറെ ചേർക്കേണ്ട. പ്ലെയിൻ കസ്റ്റർഡ് പൗഡർ ആണെങ്കിൽ നിങ്ങൾ ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചോളൂ. ഇനി നന്നായിട്ട് കലക്കി വെക്കണം, ലംസ് ഒന്നും ഉണ്ടാവാതെ നന്നായിട്ട് കലക്കി വയ്ക്കുക. വിസ്കോ ഫോർക്കോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി 1 പാക്കറ്റ് പാല് ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം 1/2 കപ്പ് പഞ്ചസാര ഇടുക. ഈ പഞ്ചസാര ഇടുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതേ ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ച കസ്റ്റർഡ് പൗഡർ ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടി പിടിക്കും. അപ്പോൾ തീ അതുപോലെ കുറച്ച് വയ്ക്കാമെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് സ്ലൈറ്റായിട്ടൊന്ന് തിക്കാവുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതും ആറാൻ വയ്ക്കാം. ഇനി കേക്ക് ട്രേ എടുത്തിട്ട് കേക്ക് ട്രേയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കേക്ക് ട്രേയിൽ കുറച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗീയെ. ഇപ്പോൾ അതിലേക്ക് ഞാൻ ഫസ്റ്റ് ലെയർ ബ്രെഡ് വെക്കുകയാണ്. അതിൻ്റെ മേലേക്ക് ഈ തണുപ്പിച്ച കസ്റ്റേർഡ് ഒഴിച്ച് നന്നായി പരത്തി കൊടുക്കുക. ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്തിട്ട് നന്നായി പരത്തി കൊടുക്കുക. ഇനി അതിൻ്റെ മേലെയാണ് ഞാൻ മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3-4 സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം തിക്കിൽ തന്നെ കസ്റ്റേർഡ് ഇട്ടിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ മേലെ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. സോക്ക് ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് അതൊന്ന് വെറ്റ് ചെയ്യിക്കാം. ഞാൻ വെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. വെറ്റ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഇനി അതിൻ്റെ മേലെ 2ാമത്തെ ലെയർ ഇപ്പോൾ ആദ്യം കാണിച്ച പോലെ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് കാണിക്കില്ല. 3rd ലെയർ, അത് ഞാൻ 3 ലെയറിലാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ലാസ്റ്റ് പൾപ്പ്. ഞാൻ അതിൻ്റെ മേലെ കുറച്ച് ഗാർണിഷിങ് പരിപാടിയാണ്. ഞാനിവിടെ കാഷ്യൂനട്ട് ചോപ്പ് ചെയ്തതും അതുപോലെ ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ സ്ലൈസ്ഡ് ചെറിയും കൂടി വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 മണിക്കൂർ തണുപ്പിക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് താഴത്തെ തട്ടിൽ വെച്ചിട്ട് തണുപ്പിക്കണം. ഇതേ ഇപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇത് മുറിച്ച് കാണിച്ചു തരാം. ലുക്ക് ഒരു രക്ഷയില്ല, ടേസ്റ്റ് അതിഗംഭീരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, 3 ലെയറിൽ കേക്ക് പോലെയാണ് ഇരിക്കുന്നത്. ടേസ്റ്റ് സൂപ്പറാണ്. മാംഗോ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്തായാലും ഈ പുഡിങ് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.